ഹലോ ഗൈസ്, അപ്പോൾ ദേ നമ്മൾ മൊട്ടടിക്കലൊക്കെ കഴിഞ്ഞിട്ട് ഇനി അമ്പലത്തിൽ തൊഴാൻ പോവുകയാണ് കേട്ടോ. കുഞ്ഞിന് ആദ്യം അവളെ കണ്ടപ്പോൾ ഒരു ചിരിയൊക്കെ വന്നായിരുന്നു. പിന്നെ കുഴപ്പമില്ല, ചേച്ചി അനിയനും കൂടി സെറ്റ് പിടിച്ചിട്ട് ഇത് തൊഴാൻ വേണ്ടി ഉള്ളിൽ കയറുകയാണേ. ഉള്ളിൽ കയറി തൊഴുത് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞായിരുന്നു നമ്മുടെ മുണ്ടനം ചെയ്തിട്ടുള്ള എല്ലാ ഉണ്ണികൾക്കും കാവടി എടുക്കാൻ. അങ്ങനെ മുരുകൻ്റെ കാവടിയൊക്കെ എടുത്തിട്ട് അമ്പലം പ്രദക്ഷിണം ചെയ്യായിരുന്നേ. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ അമ്പലത്തിൽ നിന്ന് തന്നെ ഭക്ഷണം കഴിച്ചായിരുന്നേ. അപ്പോൾ കയറുമ്പോൾ തന്നെ ഫ്രണ്ടിൽ ഇതേ ഐസ്ക്രീം വണ്ടി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ തന്നെ കുട്ടീസ് നോക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഭക്ഷണം കഴിച്ചിറങ്ങിയപ്പോൾ നമ്മൾ ഓരോ ഐസ്ക്രീമൊക്കെ വാങ്ങി കഴിച്ചു. അപ്പോൾ ഇത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇതാണ് നാവൂറ് പാടൽ കേട്ടോ. ഞാനും ഇത് ആദ്യമായിട്ടാണ് നേരിട്ട് കാണുന്നത്. അമ്മമ്മയൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് കേട്ടോ ഈ നാവൂറ് പാടുന്ന സംഭവം. അപ്പോൾ ഉണ്ണികൾക്ക് കണ്ണ് തട്ടാതിരിക്കാനൊക്കെ വേണ്ടിയിട്ടാണ് ഇത്ര ഇത് പാടുന്നത്. അതിൽ എത്രത്തോണ്ട് വാസ്തവം ഉണ്ടെന്ന് എനിക്കറിയില്ല. അപ്പം ഞങ്ങൾ എന്തായാലും കുട്ടീസിന് നാവൂറ് പാടിച്ചായിരുന്നു. അപ്പം നമ്മൾ വണ്ടി കയറിയതും ചെറിയൊരു മഴച്ചാറിലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. രാവിലെ മുതൽ തന്നെ മഴക്കാറായിരുന്നു, ഒരു ഇരുണ്ട ക്ലൈമറ്റ് ആയിരുന്നേ. അപ്പോൾ നമ്മൾ അങ്ങനെ അവിടുന്ന് തിരിച്ചപ്പോഴേക്കും മഴ കിട്ടി കേട്ടോ. കുറച്ചിങ്ങോട്ട് പോന്നപ്പോഴാണ് കേട്ടോ നമ്മുടെ റോഡ് സൈഡിൽ ഉപ്പിലിട്ട സാധനങ്ങളൊക്കെ കണ്ടത്. അപ്പോൾ വേഗം വണ്ടി നിർത്തിയിട്ട് ഏട്ടനെ അത് വാങ്ങിക്കാൻ വിട്ടേ. അപ്പോൾ ഏട്ടൻ ഞങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് വന്നു കേട്ടോ. കുട്ടീസിന് ഇഷ്ടപ്പെട്ട സാധനമൊക്കെ എടുത്ത് കൈ പിടിച്ചിട്ടുണ്ട്. അങ്ങനെ കുഞ്ഞനും നമ്മുടെ പാറുമോളും ഓരോ പൈനാപ്പിളൊക്കെ എടുത്ത് കഴിച്ചു. ഇങ്ങനെ യാത്രയുടെ ഇടയിൽ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ വാങ്ങി കഴിക്കാൻ നല്ല രസമാണല്ലേ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അങ്ങനെയൊക്കെ. പിന്നെ നമുക്ക് ഒരുപാട് സമയം ഉണ്ടായിരുന്നു കേട്ടോ. ഉച്ചയൊക്കെ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ അധികം വെയിലും ഇല്ലല്ലോ. അപ്പം നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ നേരെ നമ്മുടെ ഭാരതപ്പുഴയുടെ അവിടെയുള്ള നീള ബോട്ട് ക്ലബിൻ്റെ അവിടേക്ക് വന്നായിരുന്നു കേട്ടോ. നമ്മുടെ കുട്ടീസും അമ്മയൊന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങളൊരു വട്ടം വന്നായിരുന്നു. അപ്പോൾ അങ്ങനെ അവരെയും കൊണ്ട് നമ്മളിത് ഇവിടെ വന്നിരിക്കുക. തിരിച്ചു പോണ വഴി നമുക്ക് ദച്ചുവിൻ്റെ അടുത്തും കൂടി കയറാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ചെറുതുരുത്തിക്ക് തന്നെ വന്നത്. അപ്പോൾ അവളുടെ ബർത്ത്ഡേയും കൂടിയാണ് ഇന്ന്. അവർ പിന്നെ അവരുടെ ലോകത്താണ് കേട്ടോ. പുഴയുടെ അരികത്തായ കാരണം അധികം ചൂടൊന്നും ഇല്ല കേട്ടോ ഇവിടെ. ഊഞ്ഞാലൊക്കെ കണ്ടപ്പോൾ അമ്മയ്ക്കും ഒരാഗ്രഹം. അപ്പോൾ അമ്മ ഇതേ ഊഞ്ഞാലിലൊക്കെ കയറിയിട്ടുണ്ട്. സ്റ്റെപ്പ് കയറാൻ വരെ വയ്യാന്ന് പറഞ്ഞ ആളാണ് കേട്ടോ. മണിക്കുട്ടിക്ക് ഭയങ്കര ഇഷ്ടമായി അച്ഛമ്മേനെ ഊഞ്ഞാലാട്ടെ. അങ്ങനെ അവിടെ ഊഞ്ഞാലാടട്ടെ. നമ്മൾ കുറച്ച് ദൂരം കൂടി ഇങ്ങോട്ട് നടന്നു. അപ്പോഴാണ് നമ്മുടെ നിളാറാണി നിളയിൽ കൂടെ പോണത് കണ്ടത് കേട്ടോ. ഇപ്പോൾ കുറച്ച് ദിവസം ആയിട്ടുള്ളൂ നമ്മുടെ വഞ്ചി ഇറക്കാൻ തുടങ്ങിയിട്ട്. അപ്പം അങ്ങനെ കുറച്ച് നേരം അതൊക്കെ നോക്കിയിട്ട് അവിടെയൊക്കെ നിന്നു. പാർക്കിലൊക്കെ കയറാൻ വെറും 20 രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അവർക്ക് നല്ല ഇഷ്ടമായി. അവർക്ക് ഇത്രയൊക്കെ തന്നെ വേണ്ടൂ അല്ലേ. ഒരു ഒഴിവ് ദിവസം ഇങ്ങനെ ഇവർക്ക് പുറത്തൊക്കെ ഒന്ന് വരാൻ പറ്റിയാൽ ഭയങ്കര സന്തോഷമാണ്. ഏട്ടനാണെങ്കിൽ കുറച്ച് ദിവസമായിട്ട് കാലിന് ചെറിയ വേദന ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഡോക്ടറെ കാണിച്ചായിരുന്നു. അപ്പോൾ എല്ലിന് ചെറിയ ചതവുണ്ട്. പട്ടീസൊക്കെ ഇട്ടിട്ടാണ് നടക്കുന്നത് കേട്ടോ. എന്നാലും അവരുടെ കൂടെ ഏട്ടൻ മാക്സിമം എൻജോയ് ചെയ്യുന്നുണ്ട്. നമ്മുടെ പാറുമോളും കുഞ്ഞിനും കൂടി 6 മാസത്തെ ഡിഫറൻസ് ആണ് കേട്ടോ. പക്ഷേ കുഞ്ഞനാണ് ഇപ്പോൾ അവളെക്കാളും വലുതായി വരുന്നത്. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ നേരത്തെ ബേക്കറി കയറിയിരിക്കുകയാണ്. ദച്ചുവിൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ അവൾക്ക് കേക്ക് വാങ്ങിക്കാൻ വേണ്ടി കയറിയതാണ് കേട്ടോ. അങ്ങനെ കേക്കും മിഠായിയൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ ഇതേ അവളുടെ വീട്ടിലെത്തിയിട്ടുണ്ട്. ദച്ചുവിനെയും കൂടി കണ്ടപ്പോഴാണ് ഇതേ നമ്മുടെ കോളം പൂർത്തിയായത് ഇപ്പോഴാണ് കേട്ടോ. ഇവരാണ് 6 മക്കൾ നമ്മുടെ വീട്ടിലെ. എല്ലാവരും കൂടിയപ്പോഴേ വലിയൊരു മഴ പെയ്ത ഒരു ഫീലായിരുന്നേ. ഭയങ്കര ബഹളം, ചെവി കേൾക്കാനുണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മൾ അമ്മ ഉണ്ടാക്കിയ സേമിയ പായസമൊക്കെ കുടിച്ചു, ചായ കുടിച്ചു. പിന്നെ നമ്മൾ കൊണ്ടുവന്ന കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടി ദച്ചുമോളേനെ ഒരുക്കി കൊണ്ടുവന്ന് നിർത്തിയിരിക്കുകയാണ് ചേച്ചിയും ഏട്ടനും കൂടിയിട്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇനി നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ടാറ്റാ ബൈ, സീ യു.